നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുഴുപ്പിള്ളിയിൽ വനിതാ ഓട്ടോ തൊഴിലാളിയെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേരെ ഞാറക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദനമേറ്റ ജയയുടെ ബന്ധുവായ പ്രിയങ്കയും ഭർത്താവിന്റെ സുഹൃത്ത് മിഥുൻ ദേവുമാണ് അറസ്റ്റിലായത്. കുഴുപ്പിള്ളിയിൽ മർദ്ദനമേറ്റ വനിതാ ഓട്ടോ തൊഴിലാളിയുടെ ബന്ധുക്കളെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി സന്ദർശിച്ചു. മികച്ച രീതിയിലുള്ള ചികിത്സ ഉറപ്പുവരുത്തുവാൻ നടപടി സ്വീകരിച്ചതായി സതീദേവി പറഞ്ഞു. യാത്രക്കാർക്ക് സ്വയം ബാഗേജ് ഡ്രോപ്പ് സൗകര്യവുമായി സിയാൽ 95% യാത്രക്കാർക്കും ഇനി മുതൽ അവരുടെ ബാഗേജുകൾ സ്വയം ചെക്ക് ഇൻ ചെയ്യാം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കുഴുപ്പിള്ളിയിൽ വനിതാ ഓട്ടോ തൊഴിലാളിയെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേരെ ഞാറക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദനമേറ്റ ജയയുടെ ബന്ധുവായ പ്രിയങ്കയും ഭർത്താവിന്റെ സുഹൃത്ത് മിഥുൻ ദേവുമാണ് അറസ്റ്റിലായത്. കുഴുപ്പിള്ളിയിൽ വനിതാ ഓട്ടോ ഡ്രൈവർ ജയയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ രണ്ടുപേരെയാണ് ഞാറക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജയയുടെ പിതൃ സഹോദരിയുടെ മകൾ പ്രിയങ്കയും ഭർത്താവ് സനീഷിന്റെ സുഹൃത്ത് മിഥുൻ ദേവിനെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുടുംബവഴക്കാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സനീഷ് അടക്കം 4 പേർ ഒളിവിലാണെന്നും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു. ജയയെ മർദ്ദിക്കുന്നതിന് 3 അംഗ കൊട്ടേഷൻ സംഘത്തെ സനീഷും ഭാര്യ പ്രിയങ്കയും സുഹൃത്ത് മിഥുൻദേവും ചേർന്ന് നിയോഗിച്ചതായാണ് വിവരം. ജയയെ ബീച്ചിൽ കൊണ്ടുപോയി മർദ്ദിച്ചത് ഈ 3 പേർ അടങ്ങുന്ന കൊട്ടേഷൻ സംഘമാണെന്നും പോലീസ് പറഞ്ഞു. സനീഷിനെ പിടികൂടുന്നതിനായി ചൊവ്വാഴ്ച രാത്രിയിൽ ചെറുവൈപ്പിലുള്ള വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും പോലീസിനെ കണ്ട് ഇയാൾ പുഴയിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. ആലപ്പുഴ സ്വദേശിയായ 2 പേരടക്കം 3 പേർ അടങ്ങുന്ന കൊട്ടേഷൻ സംഘത്തെ തിരിച്ചറിഞ്ഞതായും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നും പോലീസ് പറഞ്ഞു. കുഴുപ്പിള്ളിയിൽ മർദ്ദനമേറ്റ വനിതാ ഓട്ടോ തൊഴിലാളിയുടെ ബന്ധുക്കളെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി സന്ദർശിച്ചു. മികച്ച രീതിയിലുള്ള ചികിത്സ ഉറപ്പുവരുത്തുവാൻ നടപടി സ്വീകരിച്ചതായി സതീദേവി പറഞ്ഞു. കുഴുപ്പിള്ളിയിൽ ക്രൂരമർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്ന വനിതാ ഓട്ടോ തൊഴിലാളി ജയയുടെ ബന്ധുക്കളെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ സന്ദർശിച്ചു. നട്ടെല്ലിനും വാരിയെല്ലിനുമടക്കം ഗുരുതരമായി പരിക്കേറ്റ ജയ ലിസി ആശുപത്രിയിലെ ICUവിലാണ്. മഹിളാ അസോസിയേഷൻ പ്രവർത്തകർക്കൊപ്പമാണ് സതീദേവി ആശുപത്രിയിൽ എത്തിയത്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതായും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിന് ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായും പി സതീദേവി പറഞ്ഞു. ഇതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരിക്കുന്ന ലിസി ഹോസ്പിറ്റലിൽ ഞങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത്. ഡോക്ടറെ കണ്ടു, സംസാരിച്ചപ്പോൾ അവർ ഇൻറ്റേർണലായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട്, അതുപോലെ തന്നെ വാരിയെല്ലിന് പൊട്ടലുണ്ട്, നട്ടെല്ലിന് പരിക്ക് പറ്റിയിരിക്കുന്നു. അവരെ ഏതായാലും അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ അവരുടെ ബന്ധത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ അക്രമത്തിൻ്റെ സൂത്രധാരൻ എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ത്രീകൾക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ എല്ലാ തലങ്ങളിലുമുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. പോലീസ് വളരെ ഗൗരവമേറിയിട്ടുള്ള രൂപത്തിലുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തെ സംബന്ധിച്ച് നടത്തുകയും ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ പലയിടങ്ങളിലായിട്ട് വിലസി നടക്കുന്ന സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് അതിന് തടയിടുന്നതിനാവശ്യമായിട്ടുള്ള നല്ല ഒരു നിലപാടിലേക്ക് പോകണം എന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്. ഈ കേസിൽ ഏറ്റവും എളുപ്പത്തിൽ ഈ കുറ്റവാളികളെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് പോകണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇന്നലെ തന്നെ ഈ വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ വനിതാ കമ്മീഷൻ ഈ കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റൂറൽ SP-യോട് ഈ കാര്യം സംബന്ധിച്ച് റിപ്പോർട്ട് വനിതാ കമ്മീഷൻ തേടിയിട്ടുണ്ട്. പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടുന്ന മുറക്ക് ഈ നടന്നിട്ടുള്ള സംഭവങ്ങൾ സഹോദരിയിൽ നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ നിഷ്ഠൂരമായിട്ടുള്ള രൂപത്തിലാണ്, വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള രൂപത്തിലാണ് ഇവരെ നിരവധി സ്ഥലങ്ങളിലേക്ക് ഈ യാത്ര വിളിച്ചു കൊണ്ടുപോയി അവസാനം ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള രൂപത്തിൽ ആക്രമിക്കുകയും അവരെ ഈ കടൽ തീരത്താണെന്ന് തോന്നുന്നുണ്ട്, ബീച്ച് ഏരിയയിലാണെന്ന് തോന്നുന്നുണ്ട്, അവരെ അങ്ങനെ തീരെ അവശയാക്കി
ഞെരുക്കിയ നിലയിലാണ് അവരെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിട്ടുള്ളത്. ഈ സംഭവത്തെ സംബന്ധിച്ച് വളരെ ആശങ്കയാണ് പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഇടവരുന്നത്. ആ ആശങ്ക ദൂരീകരിക്കാനും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള നടപടികൾ ജാഗ്രതപ്പെടുത്താനും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാവണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഒരു എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലാണ് ഇവർ കിടക്കുന്നത്. ഇപ്പം അവർക്ക് മതിയായിട്ടുള്ള രൂപത്തിലുള്ള എല്ലാ പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും ഏറ്റവും നല്ല രൂപത്തിലുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മുമ്പാകെ ഈ കാര്യങ്ങൾ ഇവർക്ക് മതിയായിട്ടുള്ള രൂപത്തിലുള്ള ചികിത്സ എല്ലാ അർത്ഥത്തിലും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രക്കാർക്ക് സ്വയം ബാഗേജ് ഡ്രോപ്പ് സൗകര്യവുമായി സിയാൽ. 95% യാത്രക്കാർക്കും ഇനി മുതൽ അവരുടെ ബാഗേജുകൾ സ്വയം ചെക്ക് ഇൻ ചെയ്യാം. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൽ യാത്രക്കാർക്ക് സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ആഭ്യന്തര ടെർമിനലിൽ സെൽഫ് ബാഗേജ് ഡ്രോപ്പ് സൗകര്യം ആരംഭിച്ചു. എയർലൈൻ ജീവനക്കാരുടെ സഹായമില്ലാതെ യാത്രക്കാർക്ക് അവരുടെ ചെക്ക് ഇൻ ബാഗുകൾ നേരിട്ട് കൺവെയറുകളിൽ ഇടാൻ ഈ സൗകര്യം സഹായിക്കും. ഇൻഡിഗോ, എയർ ഏഷ്യ, എയർ ഇന്ത്യ തുടങ്ങിയ വിമാന കമ്പനികൾ ഈ സംവിധാനം ഉപയുക്തമാക്കാൻ ആരംഭിച്ചു. ഇതോടെ ആഭ്യന്തര മേഖലയിലെ 95% യാത്രക്കാർക്കും ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. ടെർമിനലുകളുടെ ഗേറ്റുകൾ കയറി സ്ഥാപിച്ചിട്ടുള്ള 10 കോമൺ സെൽഫ് സർവീസ് കിയോസ്കുകളിൽ നിന്ന് യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് പ്രിന്റൌട്ടും ബാഗ് ടാഗ് പ്രിന്റൌട്ടും എടുക്കാം. ടാഗ്, സ്റ്റിക്കർ ബാഗിൽ ഒട്ടിച്ച ശേഷം യാത്രക്കാർക്ക് സ്വയം ബാഗ് ഡ്രോപ്പ് സൗകര്യത്തിലേക്ക് പോകാനും അവരുടെ ബാഗുകൾ ഈ യന്ത്രത്തിലേക്ക് ഇടാനും കഴിയും. 27 മുതൽ 30 വരെയുള്ള ചെക്ക് ഇൻ കൗണ്ടറുകളിൽ സിയാൽ 4 സെൽഫ് ബാഗ് ഡ്രോപ്പ് സിസ്റ്റങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സംവിധാനം സിയാലിന്റെ ബാഗേജ് ഹാൻഡ്ലിംഗ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. മാനാലി മുസ്ലിം ജമാഅത്ത് ക്ലസ്റ്റർ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു. മഹലിലെ SSLC+2 പാസ്സായ 120ഓളം വിദ്യാർത്ഥികൾക്കാണ് മൊമെന്റോ വിതരണം ചെയ്തത്. മാനാലി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും ക്ലസ്റ്റർ കമ്മിറ്റികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ SSLC+2 പാസ്സായ മഹലിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അനുമോദനം നൽകി. അതോടൊപ്പം കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. കരിയർ ഗൈഡൻസ് ക്ലാസിന് പ്രൊഫസർ അനസ് എന്നെ നേതൃത്വം നൽകി. ഫസീല ടീച്ചർ ഖിറാഅത്ത് നടത്തി. മഹല് പ്രസിഡന്റ് TM അബ്ദുൾ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ്, സെക്രട്ടറി AB അബ്ദുൾ ഖാദർ, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഇല്യാസ്, ട്രഷറർ അനസ് CH എന്നിവർ സംസാരിച്ചു. മഹൽ ഇമാം സമീർ അൽ ഹസനി മുഖ്യപ്രഭാഷണം നടത്തി. മഹലിലെ SSLC+2 പാസ്സായ 120ഓളം വിദ്യാർത്ഥികൾക്കാണ് മൊമെന്റോ വിതരണം ചെയ്തത്. ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷമീർ MAയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ക്ലസ്റ്റർ ചെയർപേഴ്സൺമാരായ ഫാത്തിമ ടീച്ചർ, സെറീന ഷാജി, ജഹാൻ, സഫിയ സലാം എന്നിവരും കുട്ടികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. പരിപാടിയിൽ കമ്മിറ്റി അംഗം നിസാർ KH, കൗൺസിൽ അംഗങ്ങളായ VM ഉമ്മർ, ഷനോജ് KI, അബ്ദുള്ളക്കുട്ടി MA, ഷഫീഖ് VA തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മളിപ്പോൾ ഈ മഹലിൽ പെട്ട 120 കുട്ടികളാണ്. അതിൽ 75 SLC, അതിൽ 19 പേര് A+ കരസ്ഥമാക്കിയ, 56 പേര് പാസ്സായവർ, അങ്ങനെ 75 പേര്. +2 45 പേരാണ് ആകെ പാസ്സായത്. അതിൽ 7 പേര് A+ വാങ്ങിയവരുണ്ട്. ഇത്രയും കുട്ടികളെയാണ് നമ്മൾ ഇവിടെ ഇന്ന് ആദരിച്ചത്. മാഞ്ഞാലി മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ക്ലസ്റ്റർ കമ്മിറ്റികളും ജമാഅത്ത് കമ്മിറ്റികളും ഉൾക്കൊണ്ട് ഈ മഹലിലെ എല്ലാ വിദ്യാർത്ഥികളും SLC പാസ്സായവരും +2 പാസ്സായ എല്ലാ കുട്ടികളെയും ജമാഅത്ത് കമ്മിറ്റിയുടെ മൊമെൻ്റ് നൽകി അവരെ ആദരിക്കുകയും അവർക്ക് വേണ്ട അടുത്ത നടപടിയിലേക്ക് പോകുന്നതിനുള്ള അതിശക്തമായ നല്ലൊരു ക്ലാസും നൽകിക്കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഞാൻ മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ. നേരത്തെ സംസാരിച്ച സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങൾ മഹല്ലിൻ്റെ കീഴിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി ആണ് നമ്മളിത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭാവിയിൽ ഞങ്ങളുടെ മഹല്ലിൽ ഭരണഘടനയിലൊരു വിദ്യാഭ്യാസ സമിതി രൂപീകരിക്കുകയും ആ രൂപീകരിച്ച സമിതി നിലവിലുള്ള ക്ലസ്റ്ററിലുള്ള വിദ്യാർത്ഥികളിൽ
ഒരു ലീഡറെ തിരഞ്ഞെടുത്ത് അവരിൽ നിന്ന് അവരുടെ വിദ്യാഭ്യാസപരമായുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി അതനുസരിച്ച് ഭാവിയിൽ അവരെ വാർത്തെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണ് മഹല്ല് കമ്മിറ്റി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ മഹല്ലിലെ ജനങ്ങളും മറ്റ് സംഘടനകളും നൽകുന്നുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പുത്തൻവേലിക്കര മന്നം മെമ്മോറിയൽ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ LKG വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടത്തി. പുത്തൻവേലിക്കര മന്നം മെമ്മോറിയൽ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ LKG വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടത്തി. പ്രവേശനോത്സവ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഗംഗ മധു അധ്യക്ഷയായി. സ്കൂൾ ചെയർമാൻ അനിൽകുമാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ സീത ടീച്ചർ, PTA പ്രസിഡന്റ് OD ഷിജു, സ്റ്റാഫ് സെക്രട്ടറി ഷൈജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഴുപ്പിളിയിൽ വനിതാ ഓട്ടോ തൊഴിലാളിയെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേരെ ഞാറക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദനമേറ്റ ജയയുടെ ബന്ധുവായ പ്രിയങ്കയും ഭർത്താവിന്റെ സുഹൃത്ത് മിഥുൻ ദേവുമാണ് അറസ്റ്റിലായത്. കുഴുപ്പിളിയിൽ മർദ്ദനമേറ്റ വനിതാ ഓട്ടോ തൊഴിലാളിയുടെ ബന്ധുക്കളെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P. സതീദേവി സന്ദർശിച്ചു. മികച്ച രീതിയിലുള്ള ചികിത്സ ഉറപ്പുവരുത്തുവാൻ നടപടി സ്വീകരിച്ചതായി സതീദേവി പറഞ്ഞു. യാത്രക്കാർക്ക് സ്വയം ബാഗേജ് ഡ്രോപ്പ് സൗകര്യവുമായി സിയാൻ. 95% യാത്രക്കാർക്കും ഇനി മുതൽ അവരുടെ ബാഗേജുകൾ സ്വയം ചെക്ക് ഇൻ ചെയ്യാം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.